എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ജീവിതം മാറുന്നതിന് നമ്മുടെ ചിന്തകളാണ് മാറേണ്ടത്. ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ എല്ലായ്പ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നല്ല ക്ലാരിറ്റി ഉള്ള മനസ്സും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റും. അപ്പോൾ ജീവിതത്തിൽ പുറമേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്നതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ മനസ്സ് തളർന്നു എന്നുള്ള ചിന്തകളാണ്, അല്ലെങ്കിൽ മനസ്സ് തളർന്നു പോയി എന്നുള്ള തോന്നലുകളാണ്. അപ്പോൾ എന്തിനേയും നെഗറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി കാണുന്ന സ്വഭാവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ കലങ്ങിയ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷെ അതേസമയം വളരെ ശാന്തമായി കിടക്കുന്ന വെള്ളത്തിലാണെങ്കിലോ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. എപ്പോഴും ചിന്തകൾ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ഒന്നും ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആവുക, നമ്മൾ എപ്പോഴും ബിസി ആവുക, നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരം ചിന്തകളാണ് മനുഷ്യനിൽ നിരന്തരം വന്നു ചേരുന്നത് എന്നുള്ളത്. ഒന്ന് വളരെ പോസിറ്റീവായി ലക്ഷ്യത്തിലേക്കുള്ള എയിം അച്ചീവ് ചെയ്യുന്നതിനുള്ള തോട്ട്സ് ആണ്, അല്ലെങ്കിൽ വളരെ നല്ല ചിന്തകളാണ്. നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മളെ സഹായിക്കുന്ന ചിന്തകളാണ്. ഒരിക്കലും മനസ്സ് അതിൽ നിന്നും വ്യതിചലിച്ച് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തേതെന്ന് പറയുന്നത് യാതൊരു ലക്ഷ്യവുമില്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ സന്തോഷം കൊണ്ടുതരുന്ന ചിന്തകളാണ്. അതായത് ആവശ്യമില്ലാതെ ആളുകളോട് ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുക, ഇപ്പോൾ വീഡിയോസൊക്കെ കാണുക, TV ഷോസ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കി കളയുന്ന ചിന്തകളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നതിന് നിങ്ങൾ തയ്യാറാണോ എന്നതായിരിക്കണം നിങ്ങളുടെ ആ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനുള്ള ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലുള്ള ചിന്തകളും വിശ്വാസങ്ങളുമാണ് നമ്മുടെ പ്രവർത്തനങ്ങളും അതിലൂടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. അതിന് ആദ്യം വേണ്ടത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഡെയിലി തോന്നുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, അത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇപ്പം നിങ്ങളുടെ വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങളെ പിന്തിരിപ്പിക്കുന്നവയാണോ, അതേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ മുന്നേറാൻ സഹായിക്കുന്നവയാണോ എന്നുള്ളത് സ്വയം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്തകൾക്ക് പകരം ഇപ്പോൾ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും, ഞാൻ നേടും, ഇങ്ങനെയുള്ള പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും ഒരു സാധ്യതയുണ്ട്, ഒരുപാട് സൊല്യൂഷൻസ് അതിൽ കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് മൈൻഡ് വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് അതിനെപ്പറ്റി ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ളൊരു സാവകാശം വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റീതിങ്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നെഗറ്റീവ് തോട്ട്സ് ആണ് ഫുൾ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളെല്ലാം നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ക്ലാരിറ്റിയോടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിയും, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തതല്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് ജീവിതത്തിൽ നല്ല വായനയും അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആത്മവിശ്വാസം തരുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നല്ല പോഡ്കാസ്റ്റുകൾ, ഇപ്പം നല്ല മോട്ടിവേഷൻ തരുന്ന വീഡിയോസ്, നല്ല റൈറ്റപ്സ്, ഇങ്ങനെയുള്ള നമുക്ക് നല്ല ചിന്താഗതി കൊണ്ടുതരുന്ന, മീൻസ് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി കൊണ്ടുതരുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ശീലമാക്കുക. അല്ലെങ്കിൽ അങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന എന്ത് കാര്യമായാലും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഒരു സജഷൻ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വളരെ നെഗറ്റിവിറ്റിയിലോട്ട് പോകുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്നതിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ജീവിതത്തിൽ പോസിറ്റീവ് അഫർമേഷൻ ശീലമാക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ക്യാപ്പബിളാണ്, അല്ലെങ്കിൽ ഞാൻ സ്മാർട്ടാണ്, എനിക്ക് പുതിയതെല്ലാം പഠിക്കാൻ കഴിയും, എനിക്ക് പരിശ്രമിക്കുന്നതെല്ലാം നേടാൻ കഴിയും, എൻ്റെ ഫ്യൂച്ചർ ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുക, ഇങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ അതിനു വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സ്വഭാവമുണ്ട്, നമ്മൾ എന്താണോ ഓരോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ലത് കൊടുത്താൽ തിരിച്ച് നമുക്ക് കിട്ടുന്നതും അതായത് നമ്മളിലേക്ക് കൊടുക്കുന്നത് നല്ല കാര്യങ്ങളാണ്, നല്ല ചിന്തകളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ഒരു എൻവയോൺമെൻ്റ് ആണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് നമ്മുടെ മൈൻഡിലും നല്ല ചിന്തകൾ തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട്
കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടാം. പക്ഷേ അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഡെയിലി ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ചപ്പ് ചവറുകൾ, അതായത് വേണ്ടാത്ത വേസ്റ്റ് ഒരുപാട് സാധനങ്ങൾ, വീഡിയോസ്, ഇങ്ങനെ സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് കൺട്രോളിലാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ശരിക്കും നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ, അതായത് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റായി പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കത് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വഴിയല്ല പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ഒരു ഡൈവേർഷൻ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എൻ്റെ വഴി ഇതല്ല എന്നുള്ളത് നമ്മൾ നമ്മളെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി 5ാമത്തെ കാര്യം ജേർണലിംഗ് ശീലമാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇന്നത്തെ എൻ്റെ ചിന്തകളിൽ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എത്രത്തോളം പരിശ്രമിച്ചു, ഞാൻ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു 1 പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 5 സെന്റൻസ് വീതമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്ന് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നതിനേക്കാൾ ഒരു 1 വീക്ക് കഴിയുമ്പോൾ അതെടുത്തൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് സെൽഫ് അനാലിസിസ് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അതേ നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളിലാണോ നമ്മുടെ മനസ്സിലൂടെ വരുന്നത് എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അത് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് 6ാമത്തത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് തന്നെ മുന്നേറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ പ്ലാൻ അനുസരിച്ച് ചിന്തകളെ എൻഗേജ്ഡ് ആക്കി ലക്ഷ്യങ്ങൾ നേടുമ്പോൾ അത് ചെറിയ ലക്ഷ്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ വളരെ ചെറിയൊരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമുക്കത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഉപയോഗിച്ച ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ടായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളായാലും, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയായാലും അല്ലെങ്കിൽ എന്തായാലും നമ്മളത് വളരെ ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിരന്തരം അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇപ്പം ഡൗൺ ആയി പോകും, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരുപോലെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വളരെ സ്മാർട്ടായിട്ട് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം മൂഡ് ഓഫ് ആയി പോകും, അല്ലെങ്കിൽ ഡൗൺ ആയി പോകും. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ പുഷപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനൊന്നും ആരും വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് സ്വയം മോട്ടിവേറ്റ് ആവേണ്ടത് എന്നുള്ളത് വിചാരിക്കുക. നമ്മൾ അതിനുവേണ്ടി വളരെ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി അത്രയ്ക്ക് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും നമ്മളിൽ വന്നു ചേരും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരിക്കലും മണി ഫോക്കസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ രീതിക്ക്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളിൽ വന്ന് ചേരും. അത് ഉറപ്പായിട്ട് വന്ന് ചേരണം. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് മണി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. അത് അതിൻ്റെ ഒരു സൈഡായിട്ട് നമ്മളിൽ വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകളെ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയാൽ, ആ ചിന്തകൾ മാറുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതവും വളരെയധികം മാറ്റാം, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാം. അത് നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി. അല്ലെങ്കിൽ എനിക്ക് മാറണം എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിൽ നിന്ന് സിൻസിയറായിട്ട് ഉണ്ടാവണം എന്നുള്ളത് മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അറിയിക്കുക. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.